നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. I did it for the Jewish people. I actually don't continue See, this world is for everyone, not for Jewish. I know, but exactly, and you're promoting propaganda and lies. See, whatever this is, you have complaint. Propaganda and lies. You have any complaint, you should go there and complain. But they're not going to take it down. You should not tell. I already did, and they didn't take it down. You should not tell everybody that this particular religion is like this. Particular religion is like only Jews are there. But this is promoting sectarianism. Here we have Hindu, Christians, Muslims. And this is insulting Jewish people. Exactly. Everybody is there. The Jewish people are not here anymore. Yeah, you guys make tourist money. Yes, you guys make money off Jewish people. No. Isn't that funny? We are making money with our in friends. Jew channel, the Muslims make all the money off the Jews. In your country, only Jews are there. Nobody else there. There Nobody are else Muslims from there. There is 3 million Muslims that live, and there is Israeli Arabs. See, you hear don't lies. tell about any religion. There is no. That's totally wrong. Okay, you should not. You don't have any right to tell that. But I'm telling you, this is racism and propaganda. I hope you are an educated person. This is promoting racism and propaganda. Please keep a distance. I'm not coming Well, to it's you. funny. Indians don't like. Are you afraid? I'm not afraid. I'm not being violent. You are I am not being you are violent. making this seem funny. Hardly. Do you know I said I'm what happy these that they people talk think about about you? anything. Do you know what? നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ കേരളത്തിൽ നിന്ന് ഉള്ള ഒരു വീഡിയോ ആണ്. അത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ ഒരു സംഭവം വീഡിയോയിൽ പിടിച്ചതാണ്. ഇത് സംഗതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഇസ്രയേലികളായിട്ടുള്ള രണ്ട് വനിതകളാണത്. അവർ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതായിരിക്കാം. പക്ഷേ അവർ അതിലേ പോയപ്പോൾ അവരുടെ നാടിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഫ്ലെക്സ് കാണുന്നു. അവിടെ പലസ്തീനു വേണ്ടിയിട്ടുള്ള ഇരവാദവും മറ്റുമൊക്കെയാണ് അതിൽ എഴുതിയിരുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് ദേശസ്നേഹം കുറച്ച് കൂടുതലുള്ളവരായിരിക്കാം. അവർ ആ ഫ്ലെക്സ് വലിച്ചു കീറി കളഞ്ഞു. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ ഒരു വാദപ്രതിവാദമാണ് നമ്മളവിടെ കണ്ടത്. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു മലയാളിയാണ് എന്ന് തോന്നുന്നു അവരോട് സംസാരിക്കാൻ പോകുന്നത്. ബാക്കി എല്ലാവരും മാറി നിൽക്കുകയാണ്. ആളുടെ ഒരു രീതിയും മറ്റുമൊക്കെ കാണുമ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഇത് ശരിക്കും പ്രോപ്പഗണ്ടയാണ് എന്ന് ആ സ്ത്രീ പല തവണയായിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഭൂമിയിൽ ജൂതന്മാർ എല്ലാവരും ഇല്ലാതാവണം എന്നാണോ ആഗ്രഹം എന്നൊക്കെ ചോദിച്ച് അവർ തർക്കിക്കുന്നുണ്ട്. ഇവൻ അവരെ മതേതരത്വം പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഞങ്ങളിവിടെ ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിമും എല്ലാവരും ജീവിക്കുന്ന നാടാണെന്നൊക്കെ പറയാൻ പോകുമ്പോൾ അവർ തിരിച്ച് പറയുന്നുണ്ട്, നിനക്കറിയാമോ എൻ്റെ നാട്ടിൽ 3 മില്യൺ മുസ്ലിങ്ങളുണ്ട്, അതും അറബികളായിട്ടുള്ള, അതായത് 30 ലക്ഷത്തോളം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇത് പറയുമ്പോൾ നമ്മളെപ്പോലെ 140 കോടി ജനസംഖ്യ ഉള്ള രാജ്യമല്ല. അതൊന്ന് ഓർക്കണം. കഷ്ടിച്ച് 1 കോടിക്ക് അടുത്തതോ മറ്റോ ഉള്ളു അവിടെ ജനസംഖ്യ. അതിൽ തന്നെ 30 ലക്ഷത്തോളം മുസ്ലിങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഊഹിക്കാവുന്നതാണല്ലോ. മാത്രമല്ല ലോകത്തെ പ്രധാനപ്പെട്ട 3 മതങ്ങളുടെ അവർ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന 3 ആരാധനാലയങ്ങൾ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അത് ക്രിസ്ത്യാനികളുടെ ആവട്ടെ ജൂതന്മാരുടെ ആവട്ടെ അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ അൽ അഖ്സ എന്നൊക്കെ പറയുന്ന ആ പള്ളിയൊക്കെ ഇസ്രായേലിലാണ് ഉള്ളത്. അപ്പോൾ അവരുടെ അടുക്കലോട്ടാണ് പോയിട്ട് മതേതരത്വം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്നത്. അവർ തന്നെ പറയുന്നുണ്ട് ഇത് പ്രോപ്പഗണ്ടയാണ്, എഴുതി വച്ചിരിക്കുന്ന കള്ളമാണ്, ലൈയാണ്, ജൂതന്മാർ ഈ ഭൂമിയിൽ തന്നെ കാണരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലൊക്കെ അവർ തർക്കിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏതൊരു രാജ്യസ്നേഹിയും പ്രതികരിക്കുന്ന തരത്തിൽ തന്നെയാണ് അവർ പ്രതികരിച്ചത്. എത്ര ഇന്ത്യക്കാർ ഇതുപോലെ പ്രതികരിക്കും എന്നറിയില്ല. എന്തായാലും എൻ്റെ കാര്യം, ഞാൻ മറ്റേതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഇന്ത്യയെപ്പറ്റി മോശമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവുന്ന തരത്തിൽ ഞാൻ പ്രതികരിക്കും, അത് വേറെ കാര്യം. അതേപോലെ ഒരു പക്ഷേ അവർ പ്രതികരിച്ചതായിരിക്കാം. ഈ അന്തംഗമ്യാണെന്ന് തോന്നുന്നു അവിടെ ചെന്നിട്ട് അവരെ മതേതരത്വം പഠിപ്പിക്കാൻ പോവുകയാണ്. അവരിടയ്ക്ക് പറയുന്നുണ്ട് ജൂതനെ കൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് നിങ്ങൾ ജോലിയെടുത്താണെങ്കിലും അല്ലാതെയാണെങ്കിലും കാശുണ്ടാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അല്ല ഞങ്ങൾ തനിയാണ് എന്നൊക്കെയാണ് എനിക്ക് അവനൊരു പക്ഷേ പറയാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ അറിവിൽ ഏതെങ്കിലും ഇസ്രായേലി ഇന്ത്യയെ കൊണ്ട് ജീവിക്കുന്നതായിട്ട് അറിയില്ല. പക്ഷേ ഒരുപാട് ഇന്ത്യക്കാർ, അതും മലയാളികളടക്കമുള്ളവർ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫേസ്ബുക്ക് പോലുള്ള സംഗതികളൊക്കെ ജൂതൻ്റെയാണ്. ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അത് ഇന്ത്യക്കാരും മലയാളികളായിട്ടുള്ളവരൊക്കെ ഉണ്ട്. നമുക്കറിയാം ചാനലും മറ്റുമൊക്കെ, ഓൺലൈൻ ചാനലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. ഇതിൽ അവർ മുന്നോട്ട് വെക്കുന്നൊരു കാര്യം, ഇതൊരു പ്രോപ്പഗണ്ടയാണ്, ഇത് ഇരവാദത്തിൻ്റെ മുഖം മൂടി കൊടുത്തുകൊണ്ട് പലസ്തീനെ ഇരവാദം ആ സൈഡിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെ വില്ലൻ ആക്കുന്നു, അല്ലെങ്കിൽ ഒരു ജൂതൻ പോലും ഭൂമിയിൽ കാണരുത് എന്ന തരത്തിൽ ഉള്ള ഒരു ക്യാമ്പയിനാണ് എന്ന തരത്തിലാണ്. മറ്റൊരു കാര്യം കൂടെ ഈ വീഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം കൂടെ പറയാം. ലോകത്ത് ഒരേ സമയം 4 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ
നമ്മളോട് മാധ്യമങ്ങൾ പറയുന്നത് ഒരേ ഒരു യുദ്ധത്തിൻ്റെ കാര്യം മാത്രമാണ്. അത് ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. യഥാർത്ഥത്തിൽ അത് പാലസ്തീനുമായിട്ട് പോലുമല്ല. പാലസ്തീന് വ്യവസ്ഥാപിതമായിട്ടുള്ള ഭരണകൂടമുണ്ട്, അവർക്ക് ആർമിയുണ്ട്. ആ ആർമിയായിട്ടല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. പലസ്തീനിലെ ഗാസ എന്ന സ്ഥലത്തെ ഒരു തീവ്രവാദ ഗ്രൂപ്പുണ്ട്, അത് ഹമാസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ ഹമാസ് പോരാളികൾ, ഇവരുടെ വാക്കിൽ പറഞ്ഞാൽ ഹമാസ് പോരാളികൾ, ആ ഹമാസ് പോരാളികളുമായിട്ടാണ് ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഇടയിലേക്ക് ഇറാനൂടെ കയറി വരാൻ പോകുന്നു. അത് മറ്റൊരു തരത്തിലേക്ക് പോവും. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇറാൻ സൗദിയുടെയും UAEയുടെയും ഒക്കെ ഒരു പ്രഖ്യാപിത ശത്രു പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിനൊരു കാരണമുണ്ട്, ഷിയ സുന്നി സ്പർദ്ധ തന്നെയാണ് കാരണം. അങ്ങനെ നിരവധി അനവധി കാരണങ്ങളിൽ ഈ ലോകത്ത് തന്നെ ഒരേ സമയം 4 യുദ്ധങ്ങൾ നടക്കുന്നു. റഷ്യ, ഉക്രൈൻ, അതേപോലെ തന്നെ തുർക്കിയും അർമേനിയൻ ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. ഇവിടെ ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുന്നു. കഴിഞ്ഞ 9 വർഷമായിട്ട് സൗദി സഖ്യസേനയും UAEയും അതേപോലെ തന്നെ സുന്നി മെജോറിറ്റിയുള്ള അറബ് രാജ്യങ്ങളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് യമനിൽ കടന്നു കയറി അവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2014 തുടങ്ങിയതാണ് എന്ന് ഓർക്കണം. 2014 തുടങ്ങി ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഓർക്കുക. ഇതിനിടയ്ക്ക് ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്ന് UN-ൻ്റെ കണക്കാണ്. പക്ഷേ അല്ലാതെയുള്ള കണക്ക് വെച്ച് 2.5 ലക്ഷത്തോളം ആവുന്നു എന്ന് പറയുന്നു. ഇതൊന്നും ഇവിടെ ചർച്ചയല്ലാതെ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം മാത്രം ഇവിടെ ചർച്ചയും ഇസ്രായേലിനെ എപ്പോഴും വേട്ടക്കാരൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കുകയും പലസ്തീൻകാരെന്തോ പാവമാണ്, അവർ വളരെ നിഷ്കളങ്കരാണ് എന്ന തരത്തിൽ എഴുതി വെക്കുകയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ മറ്റൊരു രാജ്യത്തെ ഇകഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകളും മറ്റും ഇംഗ്ലീഷിലും എഴുതി വെക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് അത് മനസ്സിലായത്. അവർ സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യത്തിന് വേണ്ടി അവർ പ്രതികരിച്ചു. ഇസ്രായേലുകാരിയാണ്, അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു സ്ത്രീയുടെ അടുക്കെ ചെല്ലുന്ന അഭ്യാസം കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അതിന് കാരണം വേറെയാണ്. കാരണം 18 വയസ്സ് മുതൽ കമ്പൾസറി ആയിട്ട് 3 വർഷം മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചിരിക്കണം ഇസ്രയേലിൽ, ആണായാലും പെണ്ണായാലും. അതുകൊണ്ട് അഭ്യാസം എല്ലാം പഠിച്ച ടീമായിരിക്കും. അവിടെ കണസാകുണസാവ് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൾ താടിക്കിട്ട് തട്ടും. ആ ഒരു പേടി അവന് ചോദിക്കുന്നവനുണ്ട്. അതുകൊണ്ടാണ് അത്ര വീറോടെ അവൾ വാദിക്കുകയും ചെയ്യുന്നത്. അപ്പുറത്ത് അവളുടെ സുഹൃത്ത് ഇവൻ്റെ കൂട്ടത്തിലുള്ള ആളുകൾ ഇത് വീഡിയോയിൽ പിടിക്കുമ്പോൾ അതേ സമയം തന്നെ അവളുടെ കൂട്ടത്തിലുള്ള ആളും അവിടെ വീഡിയോയിൽ പിടിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. പക്ഷേ അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് അവൾക്ക് മേൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം അവൾ അടിച്ച് ചുരുട്ടി കൊടുക്കുന്നുണ്ട് എന്നതാണ് വലിയ മതേതൃത്വം കളിച്ചുകൊണ്ട് ചെല്ലുന്ന അവനോട് തിരിച്ച് അവളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 3 മില്യൺ മുസ്ലിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്നുണ്ട്. അതായത് 1 കോടിയുള്ള അവിടുത്തെ ജനസംഖ്യ പോലും. അവിടെ 30 ലക്ഷത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്ന എന്നെ നീ മതേതൃത്വം പുളുത്താൻ വരണ്ട എന്നാണ് മലയാളത്തിൽ ലളിതമായിട്ട് അവൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അന്തംഗമികളെ, ഇവിടെ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കാണിക്കുന്ന അഭ്യാസങ്ങൾ വല്ല ഇസ്രായേലിൻ്റെ അടുക്കലോട്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇതുപോലെ താടിക്കിട്ട് തട്ടിവിടും. അത്രയേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.